ഹായ്, നമസ്കാരം. എൻ്റെ പേര് ലിജോ. തൃശ്ശൂർ ജില്ലയിൽ മാളയിലാണ് ഞാൻ താമസിക്കുന്നത്. 2011 മുതൽ ഞാൻ ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങളിലായിട്ട് ജോലി ചെയ്യുന്നു. പ്രധാനമായിട്ടും ഉഗാണ്ട, അതുപോലെ തന്നെ ടാൻസാനിയ, റുവാണ്ട, സൗത്ത് സുഡാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് ഞാൻ പ്രധാനമായിട്ടും ജോലി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, കുറച്ച് കാലങ്ങളായിട്ട് പലപ്പോഴായിട്ട് ആഫ്രിക്കയുടെ പലയിടങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും അവിടെ നിന്ന് കിട്ടിയ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് വസ്തുക്കൾ ഞാനിങ്ങനെ ശേഖരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതുകൊണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പലയിടങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ ഞാൻ കണ്ടെത്തിയ കുറേ ആഫ്രിക്കൻ ടച്ചുള്ള അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നിർമ്മിക്കപ്പെട്ട ആഫ്രിക്കയിലെ കലാകാരന്മാരാൽ ഉണ്ടാക്കപ്പെട്ട ചിത്രങ്ങളും രൂപങ്ങളും അങ്ങനെ തൊട്ട് കുറേയധികം സാധനങ്ങൾ ഞാൻ ശേഖരിച്ചത് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ക്രിസ്തുമസിൻ്റെ സന്തോഷമൊക്കെ തൊട്ട് മുമ്പിലൂടെ കടന്നുപോയ ഡിസംബറും അത് കഴിഞ്ഞ് ജനുവരി, ഫെബ്രുവരിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ആദ്യം ഞാൻ റുവാണ്ട എന്ന് പറയുന്ന രാജ്യത്ത്, ആഫ്രിക്കയിൽ ഉഗാണ്ടയ്ക്ക് തൊട്ടടുത്ത് കിടക്കുന്ന റുവാണ്ട എന്ന് പറയുന്ന രാജ്യത്ത് ചെന്നപ്പോൾ അവിടെ നിന്ന് മേടിച്ച ചില കരകൗശല വസ്തുക്കളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇത് അവിടുത്തെ കലാകാരന്മാർ കരാട്ടി എന്ന് പറയുന്ന മരത്തിൽ കൊത്തിയെടുത്തുണ്ടാക്കിയ ക്രിസ്മസ് നമ്മുടെ പുൽക്കൂടിൻ്റെ ഭാഗമാണ്. അതിനകത്ത് ഒരു കാളയുടെ ഇതാണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കുന്നത്. വളരെ ഫിനിഷിങ്ങിൽ വളരെ ഓരോ മൈന്യൂട്ട് പോയിൻറ്റ്സ് പോലും കൃത്യമായിട്ട് സന്നിവേശിപ്പിച്ചിട്ടുള്ള ഒരു കലാ ഉൽപ്പന്നമാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാഴനാരുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത മാലാഖയുടെ ഒരു ഈ പുൽക്കൂടിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള മാലാഖയുടെ രൂപമാണിത്. ശരിക്കും പറഞ്ഞാൽ ഈ മാലാഖയുടെ കയ്യിൽ ഒരു ചെറിയ ഓടക്കുഴൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് 2 ചിറകുകളുണ്ടായിരുന്നു. എനിക്ക് ഇച്ചിരി കുസൃതികളായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടായതുകൊണ്ട് അവരതിൻ്റെ ചിറക് ഊരിയെടുത്തു. എങ്കിൽ പോലും ഇത് വളരെ മനോഹരമായിട്ട് അവർ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇത് ആ പുൽക്കൂട്ടിൽ വയ്ക്കുന്ന ഉണ്ണി, ഇങ്ങനെ ഫുൾ സെറ്റ് ഞാൻ മേടിക്കുകയുണ്ടായിരുന്നു. അപ്പം റുവാണ്ട എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആഭ്യന്തര യുദ്ധങ്ങൾ കൊണ്ട് ഒരു വലിയ പറ്റം ആളുകൾ കൂട്ടക്കുരുതി ചെയ്യപ്പെട്ട ഒരു നാട്ടിൽ ഇന്ന് നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവിടുത്തെ കലാകാരന്മാർ വളരെ നല്ല രീതിയിലുള്ള ആർട്ട് ഫോമുകൾ ഉണ്ടാക്കുകയും അവിടെ ചെല്ലുന്ന സഞ്ചാരികളെ ആകട്ടെ, അവിടെ ചെന്ന് പറ്റുന്ന ആളുകളൊക്കെ തന്നെ ആകർഷിക്കത്തക്ക രീതി വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് അവരുടെ ഉൽപ്പന്നങ്ങൾ ശ്രേഷ്ഠമാക്കാൻ വളരെ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള ഒരു കൂട്ടം കലാകാരന്മാരെ അവിടെ കാണാനും അവരുടെ ഉൽപ്പന്നങ്ങൾ കാണുവാനൊക്കെ എനിക്ക് സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ഇത് ഉഗാണ്ടയിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങിയ ഒരു ഉൽപ്പന്നമാണ്. പഴക്കൂട കണ്ടാൽ അറിയാമല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് വീട്ടിൽ ഈ നമ്മുടെ വലിയ കിടക്കുകളുടെ കാലമൊക്കെ വരുന്നതിന് മുമ്പ് വീടുകളിൽ പായയായിരുന്നു, കൈതോലയിൽ നെയ്യുന്ന പായയായിരുന്നു. അത്തരത്തിൽ കൈതോല കൊണ്ട് നെയ്തുണ്ടാക്കിയ കൈതോല പോലെയുള്ള സമാനമായ ഒരു ചെടിയിൽ നിന്നും അതിൻ്റെ ഇലകളിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത വളരെ മനോഹരമായിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പഴക്കൂടയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്കറിയാം, ഒരു ഐസ്ക്രീം കഴിക്കുന്ന അല്ലെങ്കിൽ ഒരു സൂപ്പ് കഴിക്കാവുന്ന ഒരു ബൗളാണിത്. അതിൽ വലിയ ആകസ്മികതയൊന്നുമില്ല. പക്ഷേ ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഒരുപക്ഷെ നമുക്ക് അത്ഭുതം തോന്നുക. കാരണം ഇതുണ്ടാക്കിയിരിക്കുന്നത് പശുവിൻ്റെ കൊമ്പുണ്ടല്ലോ, നമ്മുടെ നാട്ടിലേക്കുള്ള പശുവിൻ്റെ കൊമ്പ്, ആ കൊമ്പ് വളച്ച് കട്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒറ്റ പീസ്, അതിന് ജോയിൻസ് ഒന്നുമില്ല, ഒറ്റ പീസിൽ ഉണ്ടാക്കിയിട്ടുള്ള വളരെ മനോഹരമായ ഒരു ബൗളാണിത്. പശുവിൻ്റെ കൊമ്പിൽ നിന്നും ഉണ്ടാക്കുന്ന ഇതുപോലെ തന്നെയുള്ള ഒരു നമ്മുടെ പഴത്തിൻ്റെ കൂടെയാണ്. വളരെ മനോഹരമായിട്ട് ഇത് ചെയ്തിരിക്കുന്നു.
ആഫ്രിക്കയിൽ പ്രത്യേകിച്ച് ഉഗാണ്ടയിലും അതുപോലെ ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കൂടുതലായിട്ടും കാണപ്പെടുന്ന ഒരു പശുവർഗ്ഗത്തിൻ്റെ പേരാണ് അങ്കോള കൗസ്. ഈ അങ്കോള കൗസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് വലിയ കൊമ്പുകളായിരിക്കും, വളരെ നീളവും വളരെ വണ്ണവുമുള്ള കൊമ്പുകളാണ് ഈ അങ്കോള കൗസിൻ്റെ പ്രത്യേകത. അങ്ങനെയുള്ള അങ്കോള പശുക്കളുടെ കൊമ്പ് അതിനെ മാംസത്തിനായിട്ടൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന കൊമ്പുകൾ അവിടെയുള്ള ഇതുപോലുള്ള കരകൗശല വിദഗ്ധർ കൊണ്ടുപോയി അത് ചൂടാക്കി അതിനെ ഇത്തരം ഫോമുകളിലാക്കി പലയിടത്തും ഭക്ഷണം കഴിക്കാനുള്ള പാത്രങ്ങൾ, സ്പൂണുകൾ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പൂപാത്രങ്ങൾ, അതല്ലെങ്കിൽ നമ്മുടെ പഴപാത്രങ്ങൾ, ഇങ്ങനെയൊക്കെ ആയിട്ട് അവർ ഫോം ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും ഞാൻ കണ്ടെത്തി എൻ്റെ വീട്ടിൽ ഞാൻ സൂക്ഷിച്ചിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ ഭക്ഷണമേശയിൽ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആഫ്രിക്കൻ അല്ലെങ്കിൽ ഉഗാണ്ടൻ ഉൽപ്പന്നമാണ് നിങ്ങളെ ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ നീളവും വീതിയും ഒക്കെ എന്ന് നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തും. കാരണം ഒരു കൊമ്പിന് ഇത്രയ്ക്കുമൊക്കെ വലുതാകാൻ വികസിക്കാനും സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും എനിക്കും ഒരു അത്ഭുതം തോന്നിയതിൻ്റെ പുറത്താണ് ഇന്ന് ഉഗാണ്ടയിൽ നിന്നും ഇത് നമ്മുടെ മാളയിൽ എത്തിയിരിക്കുന്നത്. ഇത് മറ്റൊരു സൗന്ദര്യമുള്ള മറ്റൊരു വസ്തുവാണ്. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും പണ്ട് നമ്മുടെ നാട്ടിലെ മകുടൂതി വരുന്ന പാമ്പാട്ടികളുടെ കയ്യിലിരിക്കുന്ന പാമ്പിനെ ഇടുന്ന കൂടാണോ എന്ന്. അല്ല, പേടിക്കണ്ട. ഇത് നമ്മുടെ ഒരു പ്രത്യേകതരം പുല്ലിൽ നിന്നും അതുപോലെ തന്നെ വാഴനാര് കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ടേബിൾ മാറ്റാണ്. കണ്ടോ, നമ്മുടെ പാത്രങ്ങൾ ഭക്ഷണം കഴിക്കുന്ന മേശയിൽ പാത്രങ്ങൾക്കടിയിലിടുന്ന ടേബിൾ മാറ്റാണിത്. ഇത് പല അളവുകളിലാണ് ഇതിൻ്റെ അകത്ത് ചെയ്തു വച്ചിരിക്കുന്നത്. നോക്കുക, ഇത്രയ്ക്കും എണ്ണം, ഏകദേശം ഇത്ര എണ്ണം, 6 എണ്ണം, ഒരു സെറ്റ് 6 എണ്ണമാണ് നമുക്ക് കിട്ടുന്നത്. അത് വെക്കാനായിട്ട് അതിലും മനോഹരമായ മറ്റൊരു ബോക്സ്. ഇത് നമ്മുടെ ഗ്ലാസ്സുകളുടെയും അതുപോലെ തന്നെ നമ്മുടെ ഐസ്ക്രീം കപ്പുകളുടെയൊക്കെ അടിയിൽ വെക്കാവുന്ന രീതിയിൽ അത്തരത്തിൽ ചെറുതാക്കി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ പാഴാക്കി കളയുന്ന ഓരോ വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് ആഫ്രിക്കയിലെ ദരിദ്രരെന്നും നിരക്ഷരരെന്നുമൊക്കെ നമ്മൾ വിളിക്കുന്ന ആളുകൾ അവിടെ അവരുടെ ജീവിതത്തിനുള്ള വഴി കണ്ടെത്തുന്നു എന്നുള്ളത് വളരെയധികം അത്ഭുതപ്പെടുത്തുകയാണ്. വളരെ അമൂല്യമായതും വില കൂടിയതും വില കുറഞ്ഞതുമായ മനോഹരമായ ഒരുപാട് കല്ലുകൾ, അതായത് സെമി പ്രഷ്യസ് സ്റ്റോണുകൾ ലഭിക്കുന്ന ഒരു വലിയ പ്രദേശമാണ് ആഫ്രിക്ക എന്നെല്ലാവർക്കും അറിയാം. എന്നാൽ അതേപോലെ തന്നെ എല്ലാ പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസും നമുക്ക് കൈവശം വയ്ക്കുക അല്ലെങ്കിൽ മേടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അതേസമയം അവിടെ ഉണ്ടാകുന്ന പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വളരെ വ്യത്യസ്തമായ നിറങ്ങളുള്ള കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ഉൽപ്പന്നങ്ങൾ അവിടെ ആളുകൾ കല്ലുകൾ ചെത്തി ഉണ്ടാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒന്നാണിത്. സ്ലേറ്റ് പോലത്തെ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാനൈറ്റ് എന്നൊക്കെ പോലെ വിളിക്കാവുന്ന ഒരിനം കല്ലാണ്. ആ കല്ലുകൊണ്ട് അവർ മനോഹരമായ ഒരു കുഞ്ഞി ആനക്കുട്ടനെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ കളർ നീലയാണെങ്കിൽ അതിനിപ്പുറത്ത് മറ്റൊരു കണ്ടാമൃഗത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. ചുവപ്പും കറുപ്പും. കറുപ്പ് അവിടെ പെയിൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ ആ ചുവപ്പ് കല്ല്, അതിൽ കാണുന്ന മേജറായിട്ടുള്ള കളറ് നിലവിൽ അവിടെ നിന്ന് കിട്ടിയ കല്ലിനെ അവരുപയോഗിച്ചിരിക്കുന്ന കല്ലിൻ്റെ കളറാണ്. അങ്ങനെ ഇത്തരത്തിൽ അനേക നൂറുകണക്കിന് ഇതുപോലുള്ള ശില്പങ്ങൾ, കല്ലിൽ കൊത്തി ഉണ്ടാക്കിയ ചെറുതും വലുതുമായിട്ടുള്ള ശില്പങ്ങൾ അവിടെ കാണുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഞാനതിൽ 2 മാത്രമാണ് കൈവശപ്പെടുത്തിയത്. സത്യത്തിൽ ഞാൻ ഇത് കാണുമ്പോൾ ഇതിനത്ര വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാതെ ഞാൻ കടന്നുപോയ ഒരു ഉൽപ്പന്നമാണ്. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞു, ലിജോ, നിങ്ങൾ ഈ കാണുന്ന സാധനം വളരെ വ്യത്യസ്തമായൊരു ഉൽപ്പന്നമാണ്. പണ്ട് നാട്ടിലൊക്കെ ഒരുപാട് ദൂരം യാത്ര ചെയ്താണല്ലോ ആളുകളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനിടയിൽ ബസ്സോ കാറോ ഒന്നും ഇല്ലാത്തൊരു കാലത്തെക്കുറിച്ച് സങ്കല്പിച്ച് നോക്കിയാൽ കാടുകൾ കടന്ന് കാൽനടയായി യാത്ര ചെയ്തിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അവരുടെ മാറാപ്പിൽ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ എപ്പോഴും ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടന്നിരുന്ന പൂർവികരായിട്ടുള്ള ഉഗാണ്ടക്കാർ പിടിച്ച് നടന്നിരുന്ന ഒരു ഐറ്റമാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് കാല് ക്ഷീണിച്ച് കഴിയുമ്പോൾ അവർ ഇതിൻ്റെ മുകളിൽ ഒരു സ്റ്റൂളായിട്ട് ഉപയോഗിച്ച് ഇതിൻ്റെ മുകളിൽ കയറി കുത്തിയിരിക്കും. ഇത് താഴെ വെച്ച് ഇതിൻ്റെ മുകളിൽ കയറി കുത്തിയിരിക്കും. ഇതിനൊരു സ്ട്രാപ്പ് അവരിട്ടുണ്ട്. ആ സ്ട്രാപ്പാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഞാൻ വിചാരിച്ചു എന്തോ ഒരു വള്ളി, പക്ഷേ ഇത് തുകൽ, അതായത് മൃഗങ്ങളുടെ തുകൽ കൊണ്ട് ഉണ്ടാക്കി ഇതിൻ്റെ അപ്പുറവും ഇപ്പുറവും
ചെറിയ ഓട്ടയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഈ മരത്തിന് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 50 വർഷത്തിലധികം പഴക്കമുണ്ടാവും ഈ ഒരു ഉൽപ്പന്നത്തിന്. ഇത് ആരോ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒന്ന് അവർ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ്. ആർക്കിയോളജിക്കലായി ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഐറ്റമാണ്. ഇങ്ങനെയുണ്ട് ഞങ്ങളുടെ ഉഗാണ്ട അപ്പൂപ്പൻ. ഉഗാണ്ടയിലെ പഴയകാല സമൂഹം അല്ലെങ്കിൽ അതിലകത്തുള്ള വയസ്സരായ ആളുകളുടെ യഥാർത്ഥത്തിലുള്ള ഒരു പോസ്റ്ററാണിത്. അവരെ ഏകദേശം തലയെല്ലാം ഇങ്ങനെ തന്നെയാണ്, അവരുടെ ഇരിപ്പെല്ലാം ഇങ്ങനെയാണ്, അവർ ധരിക്കുന്ന വസ്ത്രം ഇങ്ങനെയാണ്. ഇതുപോലെയുള്ള ഒരു ആയുധം അവരുടെ കയ്യിൽ മിക്കവാറും ഉണ്ടാവും. ഇതുപോലെ ഒരു പരിചയും കുന്തവും അവരുടെ കയ്യിലുണ്ടാവും. ഉഗാണ്ടയിലേക്ക് വരുന്നവർ മിക്കവാറും പേര് തന്നെ ഇങ്ങനെയുള്ളൊരു മൊമെൻ്റം അവിടെ നിന്നും കരസ്ഥമാക്കാറുണ്ട്. കാരണം ഇത് ഉഗാണ്ടയുടെ പഴയകാല ജീവിതത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ആ ഇരിക്കുന്ന സ്റ്റൂളിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇങ്ങനെ ഇരിക്കുന്ന ആളുകൾ ആ സ്റ്റൂളിൻ്റെ മുകളിൽ ഇരുന്ന് 2 വശത്തേക്ക് കാല് ഇട്ടിരിക്കുന്ന ഒരു ചിത്രം ഒന്ന് ആലോചിച്ച് നോക്കി. അത്തരത്തിലാണ് പണ്ട് കാലത്തെ അവിടുത്തെ ഉഗാണ്ടയിലെ മുതുമുത്തച്ഛന്മാർ ജീവിച്ചിരുന്നതും അവർ സഞ്ചരിച്ചിരുന്നതും അവരുടെ രൂപഭാവവും ഒക്കെ ഏകദേശം ഇങ്ങനെ തന്നെയാണ്. ഇനി നമുക്ക് അല്പം സംഗീതമായാലോ അല്ലേ? സത്യത്തിൽ ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോളും സംഗീതവും ഇല്ലാതെ ആഫ്രിക്ക ഇല്ല എന്നാണ് പറയുക. അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് സംഗീതവും സംഗീതോപകരണങ്ങളും അതുപോലെ തന്നെ ഫുട്ബോളും. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്ന 2 സംഗീത ഉപകരണങ്ങളും ഡ്രംസിനോട് സാമ്യമുള്ള 2 സംഗീത ഉപകരണങ്ങളും ഞാൻ ഉഗാണ്ടയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. നമ്മൾ വേണമെങ്കിൽ നമുക്കൊന്ന് സൗണ്ടൊന്ന് കേട്ടു നോക്കാം. മറ്റൊന്ന് ഇത് നോക്കിയാൽ അറിയാം, കംപ്ലീറ്റ് ആയിട്ട് ഇത് ഒരു മരത്തിൻ്റെ സ്ട്രക്ചറിൻ്റെ മുകളിൽ പശുത്തോല് അങ്ങനെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പശുവിൻ്റെ തുകൽ അങ്ങനെ തന്നെ ആ രോമമടക്കം വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ആ തുകലിൻ്റെ വള്ളി ഉണ്ടാക്കി അതുകൊണ്ട് വലിച്ചു കെട്ടി നിർത്തിയിരിക്കുകയാണ്. ഇത് പലപ്പോഴും ഇതിനേക്കാളും ചെറിയ വലിപ്പത്തിലും വലിയ പെരുമ്പറ പോലെയുള്ള വലിപ്പത്തിലും അവിടെ വെച്ചിട്ടുണ്ട്. മിക്കവാറും പള്ളികളിൽ, ക്രിസ്ത്യൻ പള്ളികളിൽ അവിടുത്തെ കുർബാനയുടെ ഭാഗമായിട്ടുള്ള ഓർക്കസ്ട്രയിൽ മെയിനായിട്ടും വരുന്നത് ഇതിൻ്റെ വ്യത്യസ്ത അളവുകളിലുള്ള ഡ്രംസ് വെച്ച് അതിൽ താളം പിടിക്കുകയാണ് അവർ ചെയ്യുക. വളരെ മനോഹരമായി ഞാനീ കൊട്ടുന്നതൊന്നും പെർഫെക്റ്റ് ഒന്നുമല്ല, പക്ഷേ അവർ വളരെ മനോഹരമായിട്ട് ഡ്രംസ് പ്ലേ ചെയ്യും. ഒരു സാമ്പ താളം അറിയാമല്ലോ, ആഫ്രിക്കൻ താളം, ആ താളത്തിൽ വളരെ മനോഹരമായിട്ട് അവർ ഇത് പ്ലേ ചെയ്യും. നമ്മുടെ അമ്പലത്തിൽ ഉപയോഗിക്കുന്ന നമ്മുടെ നന്തുണി പോലെയുള്ള ഒരു സംഗീതോപകരണമാണിത്. ഇതിൻ്റെ ഈ ഒരു ഭാഗം മാത്രമാണ് തുകൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നെ മരം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ട്രക്ചറിൻ്റെ മുകളിൽ ഈ തുകൽ വലിച്ചു കെട്ടിയിരിക്കുന്നു. നൈലോൺ നൂലുകൾ കൊണ്ട് ഇതിനെ താഴേക്ക് വലിച്ച് അതിനെ ട്യൂൺ ചെയ്തിരിക്കുന്നു. അടിവശമൊക്കെ തന്നെ പൊള്ളയാണ്. ഇതും നമ്മുടെ ക്ഷേത്ര കലാവാദ്യങ്ങളോട് വളരെ സാമ്യമുള്ള ഒരു വാദ്യ ഉപകരണമാണ്. ഇങ്ങനെയുണ്ട് ഒരു കിൽക്കട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. കുട്ടികൾ നമ്മളെ ചെറുപ്പമായിരുന്നപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കിൽക്കട്ടമാണ് മേടിച്ചു കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ ഇത് ഉഗാണ്ടയില്ല, ടാൻസാനിയയിലാണ് ഞാൻ മേടിച്ചത്. ടാൻസാനിയയിൽ ഒരു എക്സിബിഷനിൽ പങ്കെടുത്തപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ്. ഇത് ഒരു മരത്തിൻ്റെ കായാണ് ഈ കാണുന്നത്. ഈ 2 മരത്തിൻ്റെ കായ്, അതിനകത്ത് നമ്മുടെ നെല്ലിക്കയുടേത് പോലുള്ള കുരുക്കളിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു സ്റ്റെം പിടിപ്പിച്ചിട്ട് അത് വളരെ മനോഹരമായിട്ട് ഉപയോഗിക്കുന്നു. ഇതും പള്ളികളിലെയും അതുപോലെ അവരുടെ സംഗീത ബാൻഡുകളുടെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗീത ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ഈ വസ്തുക്കളെ വളരെ മനോഹരമായിട്ടുള്ള സംഗീത ഉപകരണങ്ങളാക്കിയിട്ട് അവർ രൂപാന്തരപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് പണ്ട്, ഇപ്പോഴൊന്നും അത്ര ഉപയോഗത്തിലില്ല, പണ്ട് പാല് അളക്കുന്നതിനും പാല് കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് അവരുടെ പഴയ തലമുറ ഉപയോഗിച്ചു വരുന്ന ഒരു പാത്രമാണിത്. ഇതിനകത്ത് അവർ പാല് അളന്നൊഴിക്കാൻ ഏകദേശം 1 ലിറ്ററോളം, ലിറ്ററിൻ്റെ കണക്കെന്ന് പറയാൻ പറ്റുമെന്നറിയില്ല, അന്ന് കാലത്തൊക്കെ ലിറ്ററിനെ കുറിച്ചൊക്കെ അവർ ബോധേഡായിരുന്നു എന്നറിയില്ല. ഇതാണ് ഒരു തുടം പാല്. ഇതിനാണ് വില. അവിടുത്തെ ഇപ്പോഴാണെങ്കിൽ പോലും പലയിടത്തും നമ്മൾ സാധനങ്ങൾ ഗ്രാമങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ കിലോ കണക്കൊന്നുമില്ല.
ഇപ്പോൾ സബോളയാണെങ്കിൽ ഒരു ചെറിയ കയ്യിൽ നിറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള നമുക്ക് മനുഷ്യൻ്റെ കൈകൊണ്ട് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ കൊണ്ട് അളന്നെടുക്കാവുന്ന അളവുകളാണ് അവരെപ്പോഴും കാണിക്കാറ്. അതുപോലെ അന്ന് കാലത്ത് അവിടെ പാല് സൂക്ഷിക്കാനും പാല് അളന്നു കൊടുക്കാനും വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പാൽപാത്രമാണിത്. അത് തന്നെ വളരെ മനോഹരമായിട്ട് ഇതിൻ്റെ അരികുകളൊക്കെ കർവിയായി നന്നായിട്ട് കൊത്തിയെടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു പാത്രം. ഇത് എനിക്ക് കിട്ടിയ ഒരു വലിയ സമ്മാനമായിട്ട് ഞാനിപ്പോഴും ഇവിടെ സൂക്ഷിക്കുന്നു. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.